CPIയിൽ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ വർഷം മത്സരിച്ച എല്ലാ സീറ്റുകളിലും ഇത്തവണ CPI മത്സരിക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. LDFിൽ ഇത് ധാരണയുമായിട്ടുണ്ട്. കൃത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമുണ്ടായിരുന്ന ചില ആളുകൾ ഇത്തവണ മത്സരരംഗത്തുണ്ടാകില്ല. പ്രത്യേകിച്ചും 3 പ്രാവശ്യത്തിലധികം മത്സരിച്ചവരെ, വിജയിച്ചവരെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് CPIയുടെ തീരുമാനം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് മാറി നിൽക്കേണ്ട അവസ്ഥയാണ്. ഒപ്പം ചാത്തന്നൂരിലെ MLA ജയലാൽ, അങ്ങനെ തുടങ്ങി ഏകദേശം 6ഓളം പേർക്ക് ഇത്തവണ സീറ്റുണ്ടാകില്ല. പകരം പുതിയ മുഖങ്ങളെ അവിടെ പരീക്ഷിക്കാനാണ് CPI ആലോചിക്കുന്നത്. CPIയിലെ 4 മന്ത്രിമാരും മത്സരരംഗത്തുണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ചിഞ്ചുറാണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മണ്ഡലത്തിൽ ഒരു മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട്. ചടയമംഗലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് ചിഞ്ചുറാണി മത്സരിച്ച് വിജയിച്ചതെങ്കിൽ ഇത്തവണ അവർ ചാത്തന്നൂരിലേക്ക് മാറാനാണ് സാധ്യത. കാരണം ചാത്തന്നൂരിലെ MLA ആയിരുന്ന ജയലാൽ 3 പ്രാവശ്യം അതേ മണ്ഡലത്തിൽ നിന്ന് തന്നെ മത്സരിച്ചു വിജയിച്ചു. അതുകൊണ്ട് തന്നെ പാർട്ടി തീരുമാനമനുസരിച്ച് തൽക്കാലം ജയലാൽ മാറി നിൽക്കാനാണ് സാധ്യത. പകരം അവിടേക്ക് ചിഞ്ചുറാണി മത്സരിക്കാൻ എത്തും. അതേസമയം പുനലൂരിൻ്റെ കാര്യത്തിലാണ് ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നത്. PS സുബാലാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായി വരും എന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ തന്നെയും അദ്ദേഹം 3 പ്രാവശ്യം മത്സരിച്ച് വിജയിച്ച ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതേസമയം തുടർച്ചയായി PS സുബാൽ പുനലൂരിൽ നിന്നും 3 പ്രാവശ്യം മത്സരിച്ച് വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി അദ്ദേഹത്തിന് ഒരു അവസരം കൂടി നൽകണമെന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റി പാർട്ടി സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു പക്ഷേ PS സുബാൽ പുനലൂരിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യത. വടക്കൻ കേരളത്തിൽ സാധ്യതയുള്ള എല്ലാ മണ്ഡലങ്ങളിലും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനാണ് CPIയുടെ സംസ്ഥാന കൗൺസിലിൻ്റെ തീരുമാനം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മന്ത്രി P പ്രസാദ് ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്ത് സജീവമായി ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിക്കകത്ത് ചില വിയോജിപ്പുകൾ CPIഎമ്മിൻ്റെ നിലപാടിനോടുണ്ടെങ്കിൽ തന്നെയും അതെല്ലാം ഒഴിവാക്കി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നാണ് കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന കൗൺസിൽ യോഗത്തിലുണ്ടായ തീരുമാനം. ഇനി ഒരുമിച്ച് ഇടതുമുന്നണിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, ഭരണം ഉറപ്പാക്കുക, 3ാം വട്ടവും LDF അധികാരത്തിൽ എത്തുക, ഇത് തന്നെയാണ് CPIയുടെ മുന്നിലെ ലക്ഷ്യവും. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണ കുറച്ച് പുതുമുഖങ്ങളെ എത്തിക്കാൻ അവർ ആലോചിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും AIYFൻ്റെ പ്രവർത്തകരായിരുന്ന AIYFൻ്റെ നേതൃനിരയിലുള്ള ആളുകളെയൊക്കെ തന്നെ ഇത്തവണ പരീക്ഷിക്കും, അത് ഉറപ്പാണ്. അതിനുള്ള നീക്കങ്ങളും പാർട്ടി നടത്തുന്നുണ്ട്. ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാനാണ് സാധ്യത. ബിനോയ് വിശ്വം നേരത്തെ കേരളത്തിൽ മത്സരിച്ച് മന്ത്രിയായിട്ടുണ്ടെങ്കിലും ഇത്തവണ പാർട്ടിയുടെ ചുമതലയുള്ള സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ, സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരരംഗത്ത് ഉണ്ടാകില്ല, അദ്ദേഹം മാറി നിൽക്കും. പക്ഷേ പാർട്ടിക്കകത്ത് ബിനോയ് വിശ്വം മത്സരിക്കണം എന്നുള്ള സമ്മർദ്ദം ഏറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നാദാപുരം പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ ബിനോയ് വിശ്വം മത്സരിച്ച് കഴിഞ്ഞാൽ വിജയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ പാർട്ടിക്കകത്ത് ഉണ്ട്. മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളിൽ എല്ലാവരും തന്നെ മണ്ഡലവുമായി പരിചയമുള്ളവരും ജനസമ്മതി ഉള്ളവരുമായിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഉയർന്നു വന്നത്. പണ്ടൊരിക്കൽ തിരുവനന്തപുരത്ത് പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ പുറത്തുനിന്ന് കണ്ടെത്തി നിർത്തി മത്സരിപ്പിച്ച് പരാജയപ്പെട്ടതിൻ്റെ പിന്നാമ്പുറ കഥകളൊക്കെ തന്നെ ഇപ്പോഴും കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത്തരത്തിൽ കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികൾ CPIയിലേക്ക് വേണ്ട എന്നൊരു വിഭാഗം നേതാക്കൾ ശക്തമായി വാദിക്കുകയും ചെയ്യുന്നു. എന്തായാലും പാർട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം LDFിൽ നിന്നും അനുവദിച്ച എല്ലാ മണ്ഡലങ്ങളിലും CPI മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ്. മണ്ഡലങ്ങൾ വെച്ച് മാറുന്ന കാര്യത്തിൽ ഇതുവരെയായും ഒരു ധാരണയില്ല. അത്തരത്തിൽ മണ്ഡലങ്ങൾ വെച്ച് മാറുന്നതിനെക്കുറിച്ച് തൽക്കാലം ആലോചിക്കുന്നില്ല എന്ന് തന്നെയാണ് CPIയുടെ തീരുമാനവും. ഏകദേശം മാർച്ച് അവസാനത്തിന് മുമ്പ് തന്നെ ഇലക്ഷൻ പ്രഖ്യാപനം വരും എന്നുള്ളത് കൊണ്ട് തന്നെ മാർച്ച് ആദ്യവാരത്തിൽ തന്നെ CPIയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്. ഈ മാസം അവസാനം തന്നെ ജില്ലാ കമ്മിറ്റികളുടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പേരുകൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർച്ച് ആദ്യവാരത്തോടു കൂടി തന്നെ CPIയുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ഏകദേശ ധാരണയിലേക്ക് എത്തിച്ചേരും.
അതേസമയം സമീപകാലത്ത് CPM-ഉം CPI-യും ഒക്കെ തമ്മിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെ ചൊല്ലിയൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ തൽക്കാലം മറക്കുക. ഇനി തെരഞ്ഞെടുപ്പ് അതുതന്നെയാണ് ലക്ഷ്യം എന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി സംസ്ഥാന കൗൺസിൽ യോഗത്തിലും ഉണ്ടായ തീരുമാനം. എന്തായാലും വലിയ തരത്തിലുള്ള മത്സരത്തിന് CPI തയ്യാറെടുക്കുന്നു. പക്ഷേ ഭരണരംഗത്തുണ്ടായ വീഴ്ചകൾ, അതുമായി ബന്ധപ്പെട്ട വിഴുപ്പലക്കൾ വേണ്ട, അത് ഒഴിവാക്കണം എന്ന നിർദ്ദേശം പാർട്ടി നേതൃത്വത്തിൽ നിന്നും എല്ലാ അണികളിലേക്കും എത്തിയിട്ടുമുണ്ട്.